എല്ലാവർക്കും നമസ്കാരം. ഞാൻ വത്സല മുരളി. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉള്ളിപ്പുളിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഉള്ളിപ്പുളി. ഉള്ളിപ്പുളി പലരും പലവിധം ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കുന്ന വിധം നമുക്ക് നോക്കാം. ചുമന്നുള്ളി മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവാള അതാ പറഞ്ഞാൽ ചിലർ സവാളയും കൂടി എടുക്കും. ഇത് ഞാൻ ചുമന്നുള്ളി മാത്രമാണ്. ഇതേണ്ടേ ഒരു 300 ഗ്രാം ചുമന്നുള്ളി തൊലി കളഞ്ഞ് കഴുകി നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്നു. പിന്നെ പച്ചമുളക്, ഇത് രണ്ടുമാണ് ഇതിൻ്റെ നമുക്ക് വഴറ്റാൻ എടുക്കുന്നത്. പിന്നെ ഇതിന് ചേർക്കാം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പുളിവെള്ളം, വാളംപുളി പിഴിഞ്ഞത്, പിന്നെ ഇച്ചിരി ഉലുവാപ്പൊടി, പിന്നെ കടുക് വറക്കാൻ എണ്ണ, കടുക്, കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ ഇച്ചിരി കായപ്പൊടി. ഇത്രയാണ് ഇതിൻ്റെ സാധനങ്ങൾ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ, നമുക്ക് കടുകിടാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടുന്നുണ്ട്. നമുക്കിതിലേക്ക് ഉണക്കമുളക്, കറിവേപ്പില, വേപ്പിലിട്ട് പിന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇതൊരു പച്ചമുളക്, ഒരു വലിയ പച്ചമുളക് അതിൻ്റെ തന്നെ ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വഴരണം. ഇത് മാത്രമല്ലേ ഉള്ളൂ ഇതിൻ്റെ കറിക്ക്. ചുവന്നുള്ളി മാത്രമേ ഉള്ളൂ. നമുക്ക് ഉള്ളിപ്പുളി എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ മിക്ക വീടുകളിലും വെക്കുന്ന ഒരു കൂട്ടാനാണ്, ഒരു കറിയാണ്. ഇപ്പം വെക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല, അന്യം നിന്ന് പോയ കാര്യം. ഇപ്പം എല്ലാവർക്കും ഇതൊന്നും വെക്കാൻ നേരവുമില്ല, മെനക്കെട്ട് വെക്കത്തില്ല. പക്ഷെ ഇത് എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഇതിങ്ങനെ അരിഞ്ഞ് വെച്ച് അരിയുന്ന താമസമേ ഉള്ളൂ. നമുക്ക് ഇച്ചിരി ഉപ്പും ഇട്ട് കൊടുക്കാം. ഉപ്പ് പൊടി പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്നോട്ടെ. ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരുപാടങ്ങ്. നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഇതിൻ്റെ പച്ച ഒന്ന് കിടട്ടെ. എന്നിട്ട് നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. ഒരു സാധനം കൂടെ ഉണ്ട്, ഉലുവാപ്പൊടിയും കൂടി ഇടാം. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതല്ലേ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പം വരുന്നില്ല. ഇത് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി പുളിവെള്ളം പൊടിഞ്ഞു കൊടുക്കാം. ഇച്ചിരി കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ലേശം, കുറച്ച് മതി.
നമുക്കിനി പുളിവെള്ളം ദേഹാക്കി വെച്ചിട്ടുണ്ട്. വാളംപുളി നമുക്ക് പിഴിഞ്ഞ് കൊടുക്കാം. എന്തുമാത്രം വെള്ളം വേണമെന്നുണ്ട് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കും. ഇത് തിളച്ച് ഒന്ന് പരുവമായിട്ട് വരുമ്പോഴത്തേക്കും അതനുസരിച്ച് വേണം നമുക്ക് വെള്ളം വെക്കാൻ. പുളി ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് പുളി മുന്നിട്ട് നിൽക്കണം, ചിലർക്ക് പുളി കുറവ് മതി. അപ്പോൾ അതനുസരിച്ച് ചേർക്കണം. ഇതിപ്പോൾ മതി. നമുക്ക് ഇതൊന്നിനി അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ആയിട്ടുണ്ട്. ഇത് മതി. ഇത് കൂടുതലായാൽ ശരിയാവത്തില്ല. നമുക്ക് ഇനി തീർന്നു. പെട്ടെന്നുണ്ടാക്കാവുന്ന ഉള്ളിപ്പുളി. നമുക്കിതിൻ്റെ മേളിലോട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിപ്പുളി റെഡി.